ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എന്തായാലും ഇന്നത്തെ ഒരു കള്ളം പൊളിക്കുന്ന ഒരു വീഡിയോ ആണ്. മറ്റൊന്നുമല്ല, ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ആദില രേണുസുതിയോട് അവരുടെ വീടിൻ്റെ ചോർച്ചയെ പറ്റി ചോദിച്ചപ്പോഴത്തേക്ക് ഇവർ പറയുന്നുണ്ടായിരുന്നു, വീട്ടിൽ അന്ന് മീഡിയാസ് വന്നപ്പോഴത്തേക്ക് മഴ പെയ്തപ്പോൾ അവരുടെ ദേഹത്ത് വെള്ളം വീണിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് ഈ വിവരം പുറത്തു വന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് അനുമോൾ ഒരു തക്കതായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു, നന്ദി വേണം എന്നുള്ള മറുപടി. എന്നാലും നമുക്ക് അതിനകത്ത് രേണുസുതി പറഞ്ഞ കണക്ക് മഴ പെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ. അത് മറ്റൊന്നുമല്ല, നമ്മുടെ AJP അലൻ ജോസ് പെരേര എന്ന് പറയുന്ന ആ തുറപ്പൻ അവൻ കളിച്ചൊരു ഡാൻസിൻ്റെ വിഷ്വലാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത്. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് പറയാം. എല്ലാരും തന്നെ ലാലത്തന്റെ തടം ചോട്ടായി മുമ്പേ തിയേറ്ററിൽ നാളെ ചൂടാറി നമ്മളെ. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഈ വീഡിയോ. അതായത് നമ്മുടെ സുധിച്ചേട്ടൻ്റെ ഓർമ്മ ദിവസം അലൻ ജോസ് പെരേര സുധിലയത്തിൻ്റെ മുന്നിൽ വെച്ച് നടത്തിയ ഡാൻസാണ്. ഈ ഡാൻസ് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിങ്ങളെ ഈ വീഡിയോ കാണിച്ചത്. അതിന് കാരണം മറ്റൊന്നാണ്, ഞാൻ പറഞ്ഞു വന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. രേണുസുതി ഇന്ന് ബിഗ് ബോസിൽ പറഞ്ഞിരിക്കുന്നത്, സുധിച്ചേട്ടൻ്റെ ഓർമ്മ ദിവസം അന്ന് അവിടെ മഴ പെയ്തു, അങ്ങനെയാണ് വീടിനകം ചോർന്നപ്പോൾ ക്യാമറാമാന്മാരുടെ ദേഹത്ത് വെള്ളം വീണു, അങ്ങനെയാണ് ഈ സംഭവം പുറത്തേക്ക് വന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അലൻ ജോസ് പെരേര കളിച്ച ഈ ഡാൻസിനകത്ത് ഇവരുടെ വീടിന് മുറ്റം നനഞ്ഞിട്ടില്ല? വീടിനുള്ളിൽ മാത്രം എങ്ങനെ മഴ പെയ്തു? ഇനി വല്ല പ്രത്യേക ഭൗമ സാഹചര്യങ്ങൾ വല്ല ഇവരുടെ വീടിനകത്ത് ഡെവലപ്പായിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഈ ആമസോൺ ഫോറസ്റ്റിനകത്തൊക്കെ മഴക്കാടുകൾ, എന്നും മഴ പെയ്യുന്ന മഴക്കാടുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേ കണക്ക് വല്ലോ മഴക്കാടെന്ന് പറയാൻ പറ്റില്ല, കാരണം അത് വീടാണല്ലോ. ആ വീടിനകത്ത് വല്ലോ അങ്ങനെ ഒരു ഭൗമാന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ പെരയ്ക്കകത്ത് മാത്രമായിട്ട് മഴ പെയ്യാം. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ വീട് പണിഞ്ഞിരുന്ന കമ്പനിക്ക് അതിനകത്ത് ഉത്തരവാദിത്തം പറയാൻ പറ്റത്തില്ല, അവരുടെ നിർമ്മാണത്തിനെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. കാരണം വീടിന് അകത്താണ് അങ്ങനെ ഒരു ഭൗമപ്രതിഭാസം രൂപപ്പെട്ടിരിക്കുന്നതെങ്കിൽ അത് തടയാനായിട്ട് അവരെ കൊണ്ട് സാധിക്കില്ല. അതാണ് ഒന്നാമത്തെ വാസ്തവം. പിന്നെ രേണുസുതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു ന്യായീകരണം എന്ന രീതിയിൽ പറഞ്ഞപ്പോഴും അവിടെ ചീറ്റിപ്പോയത് ഒരു കള്ളമായിരുന്നു ഈ പറഞ്ഞ ന്യായീകരണം എന്നുള്ളത് കൊണ്ടാണ്. മറ്റൊന്നുമല്ല, അന്നത്തെ ദിവസം കോട്ടയം ജില്ലയിൽ മഴ പെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ആ ഏരിയസ് ഒട്ടും മഴ പെയ്തിട്ടില്ല. അത് പലരും തെളിവ് സഹിതം പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ സുഹൃത്തുക്കൾ ധാരാളം ആ ഏരിയയിലുണ്ട്. കൂടാതെ ഞാൻ കോട്ടയം ജില്ലക്കാരനാണ്. അങ്ങനെയുള്ളത് കൊണ്ട് എനിക്കറിയാം ആ ഏരിയയിൽ മഴ പെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ അതിലും ഏറ്റവും വലിയ എവിഡൻസ് ആണ് ഞാൻ ഈ വെച്ചിരിക്കുന്ന വിഷ്വൽ. കാരണം ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഈ വീടിൻ്റെ മുറ്റത്ത് ഒരു തരി വെള്ളമില്ല. പിന്നെ ഞാൻ പറഞ്ഞൊരു പോസിബിലിറ്റിയേ ഉള്ളൂ, ഒന്നെങ്കിൽ ആ വീടിനകത്ത് എന്തെങ്കിലും ഒരു പുതിയ ഭൗമ പ്രതിഭാസം വല്ലതും രൂപപ്പെട്ടിട്ടുണ്ടായിരിക്കണം. വീടിനകത്ത് മാത്രം മഴ പെയ്യുന്ന എന്തെങ്കിലും ഭൗമ പ്രതിഭാസം ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കണം ഈ ചോർച്ച ഉണ്ടായിരിക്കുന്നത്. എന്നാലും രേണുസുതി ഓരോ വിഷയങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് 100,000 കള്ളങ്ങൾ പറയുമ്പോൾ അതിനെല്ലാം പൊളിച്ചെടുക്കാനായിട്ടുള്ള എവിഡൻസ് ഇവർ തന്നെ ഇതിന് മുൻപ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്നാലും അനുകുട്ടി പറഞ്ഞതാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ കറക്റ്റ്. ഒരു സഹായം ചെയ്തവരെ ഇത്തരത്തിൽ നാട്ടുകാരുടെ മുന്നിൽ അപമാനിക്കരുത്. അതൊരു നന്ദികേടാണ് രേണു. ഇനിയെങ്കിലും നിങ്ങളിത് അവസാനിപ്പിക്കുക. നിങ്ങൾ മറുനാടനെ അപമാനിച്ചു, നിങ്ങൾക്ക് ഈ സ്ഥലം നൽകിയ ബിഷപ്പിനെ അപമാനിച്ചു, ആ വീട് വെച്ച് നൽകിയ ഫിറോസ് എന്ന വ്യക്തി അപമാനിച്ചു. ഇനി അവരാരും ഒരു സാധാരണക്കാരന് പോലും ഒരു 10 രൂപ കാശിൻ്റെ ഉപകാരം ചെയ്യില്ല എന്നാണ് അവർ പറഞ്ഞത്. അവരെയൊക്കെ ആ നിലപാടിലേക്ക് എത്തിച്ചത് നിങ്ങൾ ഒറ്റ ഒരു വ്യക്തിയാണ്. അതിനെ ന്യായീകരിക്കാൻ നിങ്ങളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഭൂലോക കള്ളത്തരവും. ഈ ഒരു കള്ളത്തരം പൊളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നോട്ട് വന്നതെന്ന് പറഞ്ഞാൽ, അന്നത്തെ ദിവസം കോട്ടയം ജില്ലയിൽ മഴ പെയ്തു എന്ന് നിങ്ങൾ കള്ളം പറഞ്ഞതാണെന്ന് ഞാൻ തെളിയിക്കാണ്ട് എനിക്ക് ഇടവരുത്തിയത് നിങ്ങളാണ്. കാരണം അന്ന് അലൻ ജോസ് പെരേര അവിടെ ആ ഡാൻസ് കളിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഈ എവിഡൻസുമായിട്ട് മുന്നോട്ട് വരാൻ പറ്റില്ലായിരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയ ശേഷം അത് ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക്, അങ്ങനെ ശ്രമം നടത്തുമ്പോഴത്തേക്ക് മനുഷ്യന് വിശ്വസിക്കാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും ലോജിക്കുള്ള കള്ളങ്ങൾ പറയുക, അല്ലാതെ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളെ, അതായത് ന്യായീകരണം അർഹിക്കാതെ പറ്റാത്ത കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരരുത്. ഇപ്പോൾ നിങ്ങൾക്ക് പറയാമായിരുന്നു, ഈ വിവാദം ഉണ്ടാകുന്ന ടൈമിലായിരുന്നു മഴ വല്ലതും പെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ മഴക്കാലമായിരുന്നു. ആ സമയത്താണ് ഈ വിഷയം ഉണ്ടായിരുന്നത് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇതിനൊരു ന്യായീകരണമായേനെ. പക്ഷേ ഇത് ന്യായീകരണമല്ല. ന്യായീകരിക്കാൻ ശ്രമിച്ചത് നിങ്ങൾ വീണ്ടും പറഞ്ഞതൊരു പച്ച കള്ളമാണ്. അതായത് നമുക്ക് ഇനി നോക്കാം അടുത്തതായിട്ട് എന്തെല്ലാം ന്യായീകരണം എന്ന പേരിൽ കള്ളങ്ങൾ പറയുമെന്ന്. അപ്പോൾ അതും പൊളിക്കാനുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.